ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രഗ്നൻസി ജേണിത്തെ ഒരു വാട്ടം ഈറ്റിങ്ങയുടെ ഞാൻ ലോങ് വീഡിയോ ഇട്ടിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇതിന് മുന്നേ വാട്ടം ഈറ്റിങ്ങയുടെ ഇട്ട സമയത്ത് അതിൽ ഡേറ്റ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് നമ്മളെ ഇഷ്ടം പറഞ്ഞാൽ കുറേ പേര് എനിക്ക് പറഞ്ഞു തന്നു ഡേറ്റ്സ് കഴിക്കാൻ പാടില്ല, അബോട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഡേറ്റ്സ് പൊതുവെ നല്ലതാണല്ലോ, ഓവർ ബ്ലഡ് വരാനുള്ളതൊക്കെ ആണല്ലോ. അപ്പം ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തു എന്തുകൊണ്ടായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഇല്ലാത്ത നിങ്ങൾ പറയില്ലല്ലോ. അപ്പം പിന്നെ ഞാൻ ഡേറ്റ്സ് കഴിക്കൽ നിർത്തി. ഇപ്പം ഞാൻ നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഫുഡ് ഡേ എടുക്കുക എന്നുള്ളത്. ഞാനങ്ങനെ ഓവർ ഭക്ഷണം കഴിക്കലില്ല, കാരണം എന്താ വെച്ചാൽ എനിക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഓവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ വൊമിറ്റ് ചെയ്യാണ്. അപ്പോൾ മിനിമലായി കുറച്ചാണ് ഞാൻ കഴിക്കൽ. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ നീച്ചിട്ടുള്ളൂ. ഞാൻ അൻഷിൻ്റെ വീട്ടിലല്ല, എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിലാകുമ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ നീക്കുക. അവിടെ ആകുമ്പോൾ കുറച്ച് നേരത്തെ നീക്കും, കറക്റ്റ് ടൈമിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഒക്കെ കറക്റ്റ്. ഇവിടെ ഇപ്പോൾ എൻ്റെ മെനു ഫുള്ള് തെറ്റിട്ടോ. പക്ഷേ നമുക്ക് എന്താ പറയുക, ഇവിടെ വരുമ്പോൾ അവിടെ ആകുമ്പോൾ എനിക്ക് അൻഷിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, അപ്പോൾ കുറച്ച് നേരത്തെ നീക്കണം. ഇവിടെ ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അൻഷില്ലല്ലോ. എനിക്ക് എപ്പോഴെങ്കിലും നീക്കാം, അമ്മ ഒത്ത് പറയില്ല. അവിടെ ഇമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഞാനൊരു 8 മണി 7:45 ആവും എണീക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടുത്തേനെ സംബന്ധിച്ച് ഞാൻ അവിടെ നേരത്തെ നീക്കും. അവിടെ എനിക്ക് കറക്റ്റ് കാര്യങ്ങളുണ്ട്, എൻ്റെ വീഡിയോ എടുക്കലുണ്ട്, ഇത്ര ടൈമിൽ ഞാൻ കുളിക്കും, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ നമ്മളെ വീട്ടിലെത്തുമ്പോൾ നമ്മൾ ഫുൾ അലമ്പല്ലേ, ആ കീറ മാക്സി ഇട്ട് അങ്ങനെ നടക്കും. അപ്പം ഞാനിപ്പോൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ചായ ഞാൻ കാട്ടിത്തരാം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കട്ടൻ ചായ. രാവിലെ പൊതുവെ കട്ടൻ ചായ കുടിക്കലില്ല അപ്പോൾ, പക്ഷെ ഇന്ന് കട്ടൻ ചായയാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ എന്നോട് ചോദിച്ചു വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഹെൽത്ത് ഓക്കെ ആണോ എന്നുള്ളത്. എൻ്റെ ഹെൽത്ത് ഓക്കെ ആണ്, എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ഷൂട്ടിനും കാര്യങ്ങളിലൊക്കെ പോവാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ അടിവയറ്റിൻ്റെ ഉള്ളിൽ നിന്നൊരു വേദന വരും, അത് നോർമലാണല്ലോ. ബാക്ക് പെയിൻ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്, അപ്പോൾ നോർമലാണ്, എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ സ്കാനിങ് കഴിഞ്ഞാൽ ചോദിച്ചു. ഇല്ല, മൂന്നാം മാസത്തെ സ്കാനിങ് ഈ മാസം 5-ാം തീയതിയാണ് കേട്ടോ. അതായത് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എനിക്ക് സ്കാനിങ്ങിന് പോകണം ഭയങ്കര ഇഷ്ടം. കാരണം ബേബിൻ്റെ വലിപ്പം അതിലറിയാൻ പറ്റുമല്ലോ, ഇത്രയായി എന്ന് അറിയാൻ പറ്റില്ല. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സ്കാനിങ്ങിന് പോകുന്നത്. അപ്പം അൻഷി ഇവിടെ ഇല്ല. അൻഷി വർക്ക് സംബന്ധിച്ചിട്ട് 4 ദിവസത്തിന് പുറത്ത് പോയതാണ്. ആളിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ എന്ത് ക്രേവിങ്സ് നൽകിയാലും അല്ലെങ്കിൽ ഒന്ന് പുറത്ത് വേണമെന്ന് വിചാരിച്ചാൽ ആൾ ഇവിടെ വേണ്ടേ, ആളില്ല. പിന്നെ കാറോട്ട അറിയുന്ന ആൾ എൻ്റെ അനിയനിക്ക് കാറോട്ട അറിയില്ല, ആൾക്ക് ബൈക്ക് ഉണ്ട് അനിയനിക്ക്. പക്ഷെ ബൈക്കുമ്പോൾ എനിക്ക് അങ്ങനെ യാത്ര ചെയ്യാനായിട്ടില്ല. ഞാനത് മൂട് പൊന്തി ബൈക്കാണ്. അപ്പം ഞാൻ 2-3 ദിവസമായിട്ട് അവത്ത് ഇങ്ങനെ പെട്ടിരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ ഉള്ള സാധനം ഞാൻ അനിയനോട് പറയും, ഉമ്മാനോട് പറയും, ഉമ്മി ഓലൊക്കെ കൊടുന്നു തരും കേട്ടോ. അപ്പം 4 ദിവസം കഴിഞ്ഞിട്ട് അൻഷി വരുള്ളൂ. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്, അൻഷി അവിടെ ഇല്ലല്ലോ, വെറുതെ അവിടെ. ഇതാണ് നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഗ്രീൻ പീസ് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇങ്ങനത്തെ ധാന്യങ്ങളൊക്കെ നല്ലതാണ്. ഇങ്ങനെ ചെറുപയർ, പയറ്, പിന്നെ ഗ്രീൻ പീസ്, കടല, നട്ട്സുകൾ, പിന്നെ ഇലകളുണ്ടല്ലോ, മുരിങ്ങ, ചീര ഒക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ ഇനി ഈ പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് എൻ്റെ താത്തയാണ് കേട്ടോ. കുറേ പേര് ചോദിച്ച് താത്താക്ക് വിഷമം ഉണ്ടോ എന്നുള്ളത്. അഫ്കോഴ്സ് ഓല് കല്യാണം കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞതാണ്. അപ്പോൾ അവർക്ക് എന്തായാലും അത് എനിക്ക് ആയതുകൊണ്ടുള്ള വിഷമമല്ല, അവർക്ക് ഉണ്ടായില്ലല്ലോ എന്നുള്ള വിഷമമാണ്, മനസ്സിലായോ? അല്ലെങ്കിൽ ഓക്ക് പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയല്ലോ എന്നുള്ളതുകൊണ്ടല്ല, ഞങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ എന്നുള്ള സങ്കടമാണ്. അതിപ്പോൾ ആസ് യൂഷ്വൽ ഒരു മനുഷ്യനാണെങ്കിൽ ഉണ്ടാവും. കാരണം കല്യാണം കഴിഞ്ഞ് 7 വർഷമായി, അവരെ കുറ്റമല്ല, പഠിച്ചോൻ കൊടുക്കണില്ല, ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അപ്പം പിന്നെ നമുക്കായ സമയത്ത് നമുക്ക് കളയാനും തോന്നിയില്ല, കളയാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പാടില്ല. അപ്പം ഞങ്ങളൊക്കെ വിചാരിച്ചു. അല്ല, നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചു ദിലൂക്ക് വിഷമമുണ്ടോ. ദിലൂക്ക് വിഷമം എനിക്കറിയില്ല, കേട്ട സമയത്ത് ചിലപ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടാവുകയും. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ താത്തയാണ്. എന്നെ നോക്കണതും എൻ്റെ താത്ത തന്നെയാണ് കേട്ടോ. ഓള് ഞാൻ വീട്ടിലേക്ക് വന്ന് അപ്പം എൻ്റെ പള്ളമ്മ പിടിച്ചു നോക്കും, പള്ള വലുതായിക്കണോ,
അങ്ങനെയാണോ അതേമാതിരി എനിക്കെന്തെങ്കിലും ഛർദിയൊക്കെ ഉണ്ടായാലോ അതൊക്കെ അങ്ങനെ നോക്കി നിൽക്കും. നാളെ ഓക്കും ഇത് അനുഭവിക്കാനുള്ളതാണല്ലോ എന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് എൻ്റെ താത്തയാണ് ബാബു. അപ്പം ഒരു വീട്ടിലേക്ക് ഒരു ബേബി വന്നാലേ ഇപ്പം നമ്മളെല്ലാവരും കൂടി ടൂറ് പോകുന്നുണ്ട്. അപ്പം ഇനി അടുത്ത കൊല്ലം മുതൽ അമ്മക്ക് അതിന് പറ്റൂല, ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല. ഈ കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ കൂട്ടി കുട്ടീനി മടി വെച്ചിട്ട് വേണം പോകാൻ. അപ്പം എല്ലാവരും എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. ഞാനെന്തായാലും ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ചായ കുടിച്ചു. ഇനി നമുക്ക് ഫോളിക് ആസിഡ് കുടിക്കട്ടെ. അതൊക്കെ ഡോക്ടർ എഴുതി തന്നതാണ്. ഇത് വിറ്റാമിൻ ഡി ഇതിൻ്റെ ഒക്കെ ഗുളികയാണ്. എല്ലാവരും കുടിക്കലുണ്ട് തോന്നുന്നുണ്ട്. എല്ലാവരും അല്ല, പ്രഗ്നൻറ്റ് ലേഡീസ് അവർക്ക് സ്റ്റാർട്ടിങ് 3 മന്ത് എഴുതി കൊടുക്കലുണ്ട്. ആ ഗുളികയാണ്. ഇതെന്നും നിർബന്ധമായിട്ട് ഈ ഗുളിക കുടിക്കുമ്പോഴാണ് ബേബിൻ്റെ വളർച്ച, ബ്രെയിൻ വളർച്ച, അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞു. എനിക്ക് ശരിക്കും അറിയില്ല, ഞാൻ ChatGPT ചെയ്ത് നോക്കിയാണ് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ ഞാൻ ഇനി ഒരു ദിവസം ഒന്നുള്ളൂ. അപ്പം ഞാൻ മറന്നു പോകരുത് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ എടുത്ത് കുടിക്കും. അപ്പം നമുക്കിത് കുടിക്കും. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. മെഡിസിൻ എടുത്തു. ഇനി നമുക്ക് വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിയട്ടെ കേട്ടോ. എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചൊരു തുടക്കാനുണ്ട്. അപ്പോൾ തുടക്കാന്ന് വരുമ്പോൾ ഞാൻ ഹെവി പണി എടുക്കാറില്ല, എന്നെക്കൂടെ തുടപ്പിക്കലില്ല അമ്മ. പക്ഷെ എന്ത് ചെയ്യണ്ടാന്ന്, പക്ഷെ അമ്മ വരുമ്പോഴേക്കിന് ഞാൻ ചെയ്തിടാൻ വിചാരിച്ചു. ഓക്കെ, ഒരു 10-12 മണി ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് 2-3 എള്ളുണ്ട കഴിക്കാം. ഇതെനിക്ക് ഇന്നലെ രാത്രി ഷാനു കൊടുന്നതാ കേട്ടോ. രാത്രി ഷാനു കൊടുന്നതായിരുന്നു. അടിച്ചൊരുത്തോടൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എള്ളുണ്ട കഴിക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടമാട്ടോ, ആ രസമാണ്. ലഞ്ച് ടൈമായി. ഇതാട്ടോ കഴിക്കുന്നത്, ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും. ഉച്ചക്ക് ഇതാണ് കഴിക്കണത് കേട്ടോ. ഞാൻ വിചാരിച്ചൊന്നൊരു വെറൈറ്റി ആക്കാം. നമ്മൾ ഓർഡർ ചെയ്തതാണ് സൊമാറ്റോ വഴി. ഇതിങ്ങനെ കോംബോ വരുന്നതാണ് കേട്ടോ. അപ്പം ഇനി ഇത് കഴിച്ചിട്ട് വരാം. ഹലോ ഗായ്സ്, അപ്പം ഇപ്പം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുളിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നാൽ ഞാൻ എന്നും രാത്രിയാണ് കുളിക്കാറ്. രാത്രി തലനച്ച് കുളിച്ചിട്ട് കിടക്കും. കാരണം നമ്മൾ പണിയൊന്നും എടുക്കണില്ല, പുറത്തേക്കൊന്നും പോകണില്ലല്ലോ. അപ്പം ഞാൻ രാത്രിയാണ് കുളിക്കാറ് ഇവിടെ വന്നാൽ. ഇവിടെ ഇതായതുകൊണ്ട് ഭയങ്കര തണുപ്പാട്ടോ എൻ്റെ വീട്ടിൽ. അപ്പം മഴക്കാലം അല്ലേ. അപ്പം അമ്മ പറഞ്ഞു രാത്രി ചൂടുവെള്ളം ചൂടാക്കിയിട്ട് കുളിച്ചാൽ മതി എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഞാൻ കുളിക്കാറുള്ളത്. പിന്നെ വാട്ടർ ഹീറ്റിനിയുടെ ഫുള്ളാക്കി എനിക്ക് പറ്റിയില്ല. ഞാൻ വോമിറ്റ് ചെയ്തു, കഴിച്ചതൊക്കെ വോമിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ രാത്രി ഇനി ഒന്നും കഴിക്കുന്നില്ല. 2 റോബസ്റ്റ് കഴിച്ചിട്ട് കിടക്കാൻ വിചാരിച്ചു. പിന്നെ ഇപ്പം നമ്മൾ ഫാമിലീൻ്റെ ഫോട്ടോ ഇട്ടാലും വീഡിയോ ഇട്ടാലും ഒക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളെപ്പോൾ എവിടെയെന്നുള്ളത്. എൻ്റെ ഇപ്പ സെപ്പറേറ്റഡ് ആണോ, എൻ്റെ ഉമ്മ സെപ്പറേറ്റഡ് ആണോ എന്നുള്ളത്. എൻ്റെ ഉമ്മയും ഉള്ളത്. എൻ്റെ ഉമ്മ സെപ്പറേറ്റഡ് അല്ല കേട്ടോ. പക്ഷേ ലീഗലി ഓല് സെപ്പറേറ്റഡ് അല്ല. പക്ഷെ ഓല് ഒരുമിച്ചല്ല താമസം. ഓൽക്ക് എന്താ പറയുക, ഞങ്ങളെ ചെറുപ്പം മുതലേ ഓല് അഭിപ്രായ വ്യത്യാസം, രണ്ടാൾക്കും ഒപ്പം ജീവിക്കാൻ പറ്റൂല എന്നുള്ള തീരുമാനം എടുത്തിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഇപ്പം എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടായാലോ, എൻ്റെ കല്യാണത്തിനൊക്കെ അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടായാലോ ഇപ്പോൾ വീട്ടിലേക്ക് വരും, നിൽക്കും, ഞങ്ങളപ്പോൾ എൻജോയ് ചെയ്യും, ഞങ്ങളപ്പോൾ ട്രിപ്പ് വരും. പക്ഷെ ഇപ്പം ഇമ്മയും ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള ആ ഒരു കണക്ഷൻ ഇല്ല, കുറേ കാലമായിട്ടില്ല. അത് ഓൽക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. ചെറുപ്പം മുതലേ ഓല് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് ചോദിക്കാൻ പോകാറില്ല. ഇപ്പം ഉമ്മാൻ്റെ ഇതിന് ഏൺ ചെയ്യുന്ന ഉമ്മ ഞങ്ങളെ നോക്കി ജീവിക്കുന്നു, ഇപ്പാൻ്റെ വഴിക്ക് ഏൺ ചെയ്യുന്നു, ഇപ്പാൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നു. അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പാനെ കൂടുതൽ വീഡിയോസിലൊന്നും കാണാത്തത്. ഇപ്പോൾ ഇവിടെ ഉള്ള ആളല്ല, ഇപ്പാൻ്റെ നാട്ടിലാണ്. ഇപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലാണ് താമസം. കാര്യങ്ങളൊക്കെ എന്നും വിളിക്കും, ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വരും, കാര്യങ്ങളൊക്കെ ചെയ്യും, നോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പം ഇമ്മയും ലീഗലി സെപ്പറേറ്റഡ് അല്ല, എന്നാൽ രണ്ടാളും ഒപ്പമല്ല താമസിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. അപ്പം ഉമ്മാക്ക് ഉമ്മാൻ്റെതായ കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം, ഇപ്പാൻ്റെ കാരണം ഉണ്ടാവും. ഞങ്ങൾ അങ്ങനെ ചോദിക്കാനൊന്നും പോവാറില്ല. പിന്നെ ഞാനൊരു എക്സ്പ്ലെയിൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പോയി കണ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഇതാക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇനി അടുത്ത വീഡിയോ ഞാൻ വൃത്തിക്ക് എടുക്കാൻ നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.